ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ പുതുക്കാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അതേ സീനിയോറിറ്റിയിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഒരു സമയം അനുവദിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അറിയാത്തവർക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. 1/1/1995 മുതൽ 31/12/2024 വരെ രജിസ്ട്രേഷൻ പല കാരണങ്ങളാൽ പുതുക്കാത്തവർക്ക് 1/2/2025 മുതൽ 30/4/2025 വരെ ടൈം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ വെറുതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോയി ക്യൂ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ തന്നെ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫോൺ എടുത്തിട്ട് അതിൽ ക്രോം എടുക്കുക. ക്രോമിൽ employment.kerala.gov.in ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ഒരു സൈറ്റാണ് വരിക. ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ തൊട്ട് മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രത്യേക പുതുക്കൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിലേറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അത് ചെയ്താൽ തന്നെ തൊട്ട് താഴെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിന് താഴെ ലോക്കൽ ബോഡി, വാർഡ്, അതേപോലെ തന്നെ പിന്നെ തൊട്ട് താഴെയുള്ളതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. മുന്നേ നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടാവും, അതിലുണ്ടാവും ഈ നമ്പർ. ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക, താഴെ ജെൻഡർ കൊടുക്കുക, പിന്നെ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു ക്യാപ്ചയും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ വരും, നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്ത്. അതിൻ്റെ താഴെയായിട്ട് സ്പെഷ്യൽ റിന്യൂ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ആർ യു ഷുവർ എന്നുള്ള ചോദ്യം വരും, അതിൽ എസ് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പണി. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജൊക്കെ കാണാം. തൊട്ട് താഴെ പ്രിൻ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.